നിസ്സാരവൽക്കരിച്ചിട്ട് പരിശുദ്ധമായ റമദാൻ വരുമ്പോ കുറെ റമദാൻ ആയുസ്സിൽ അങ്ങനെ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കടന്നു പോകുന്നവരാണ്. എത്ര ആയുസ്സിൽ എത്ര റമദാൻ നമ്മൾ അടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എത്ര റമദാൻ 10, 30, 40, 50 റമദാൻ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയവരാണ്. മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ, എത്ര റമദാൻ നമുക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോ, സ്വന്തം ശരീരത്തേക്ക് വിരൽ ചൂണ്ടി എന്ന് ചോദിച്ചാൽ പോലും ഉത്തരമില്ലാതെ ശബ്ദമായി നിന്ന് പോവുകയാണ് നാം. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമദാൻ കടന്നു പോകുന്നതിനെ കുറിച്ച്, അപകടകരമായി കടന്നു പോകുന്നതിനെ കുറിച്ച് ഒരിക്കൽ പരിശുദ്ധമായ ശഅബാനിന്റെ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഭാഷണം നടത്തുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പവിത്രമായ ഒരു ശഅബാനിന്റെ ദിവസത്തിലാണ് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ തന്റെ നിസ്സാരത്തിന്റെ പാദപല്ലജം മിൻബറിന്റെ പടിക്കെട്ടിലേക്ക് എടുത്തു വെച്ചു. ഒന്നാമതായി കാലെടുത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ നിസ്സാരത്തിന്റെ ചുണ്ടുകൾ കൊണ്ട് പൊഴിഞ്ഞു ആമീൻ. രണ്ടാമത്തെ കാലെടുത്ത് വെച്ചപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആമീൻ. സ്വഹാബത്ത് അക്ഷമരായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. മൂന്നാമത്തെ നിസ്സാരത്തിന്റെ പാദം എടുത്തു വെച്ചപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആമീൻ. സ്വഹാബത്ത് പറയാൻ ഫലമ്മാ നസല, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പടിക്കെട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനാണ് പ്രവാചകരെ മിമ്പറിലോട്ട് കയറിയപ്പോ പതിവിന് വിപരീതമായ സലാം പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് അതാനി ജിബ്രീൽ, അല്ലാഹുവിന്റെ മുഖറബായ സന്ദേശത്തിന്റെ നിയോഗ ഭാഗ്യമുള്ള സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നു സഹാബ. എന്നിട്ട് പറഞ്ഞു അത്ര 3 തവണ പറഞ്ഞു മകൻ മൂക്ക് കുത്തി പോകട്ടെ എന്നാണ്. 3 തവണ പറഞ്ഞപ്പോ എന്താ മൂക്ക് കുത്തി പോകുക? ഹദീസുകൾ കാണാൻ കഴിയും. അതിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങളായ ഇമാമിങ്ങൾ പറയാൻ ഖാബ വഖസറ വദല്ല വഅജസ, ഒരു മനുഷ്യൻ ഏൽപ്പിക്കപ്പെട്ടു പോയ ദൗത്യം പരാജയപ്പെട്ട്, അല്ലാഹു നൽകിയ ആയുസ്സിൽ പരാജയപ്പെട്ട്, ഒരിക്കൽ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ജീവിതം ഹോമിക്കപ്പെട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നതിനെയാണ് റഗീമ എന്ന് പറയാം. മൂക്ക് കുത്തിപ്പോകട്ടെ എന്നാണ്. പരാജയപ്പെട്ട് തല കുത്തിപ്പോകട്ടെ എന്നാണ്. ഒരിക്കൽ പോലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ആയുസ് നഷ്ടപ്പെട്ടു പോകട്ടെ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ആരെ കുറിച്ചിട്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് ദഖല അലൈഹി റമദാൻ, അവന്റെ ആയുസ്സിലേക്ക് അല്ലാഹു തആല പരിശുദ്ധമായ റമദാൻ കൊടുത്തിട്ട് പോലും വലം യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പുറത്തു പോയിട്ടില്ല എങ്കിൽ വിശുദ്ധമായ റഹ്മത്തിന്റെ 10ഉം മഗ്ഫിറത്തിന്റെ 10ഉം ലഭ്യമായിട്ട് ആയുസ്സിൽ പുണ്യമേറിയ 30 ദിനങ്ങൾ, 30 പകലുകൾ, 30 രാത്രികൾ എണ്ണപ്പെട്ടതിനു ശേഷം കടന്നു വന്നിട്ടും അവന്റെ പാപങ്ങളെ പുറത്തു പോയിട്ടില്ല എങ്കിൽ അവൻ പരാജയം പോകട്ടെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞു പോയി സഹാബ. അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പുണ്യമേറിയ ഒരു റമദാൻ വന്ന് നിൽക്കുകയാണ്. നഷ്ടമായി പോയ ലോകം കണ്ട ഏറ്റവും വലിയ പരാജിതൻ ഞാനാണെന്ന് ദർപ്പണങ്ങളെ നോക്കി നാം സ്വയം പരിതപിക്കപ്പെടേണ്ടി വരുന്ന ആയുസിന്റെ പുണ്യമേറിയ ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അല്ലാഹു നമുക്ക് ഉദവിയും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.